നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമ്മൻ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലില് ജോയിന്റ് പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. കുറെ സമയം നമ്മളിങ്ങനെ കസേരയിൽ ഇരുന്ന് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ കുറെ സമയം നിന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ടൊക്കെ തന്നെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, മുട്ടിലെ വേദന, നടുവിലെ വേദന, ഫ്രോസൺ ഷോൾഡർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും അതിന്റെ കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ യങ് ആയിട്ടുള്ള ആളുകളിൽ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ വരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിവിടെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 4 സ്റ്റെപ്സ്. ഈ 4 സ്റ്റെപ്സിൽ ആദ്യത്തെ ഒരു 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ റിലേറ്റഡ് ആണ്. അതായത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ട കുറച്ച് ഔഷധ കൂട്ടുകളും അതുപോലെ തന്നെ കുറച്ച് നമ്മൾ എക്സ്റ്റേണലി പുറത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും. നാലാമത്തെ കാര്യം, ഈ 3 കാര്യം കേട്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. നാലാമത്തെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. കാരണം നാലാമത്തെ കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ 3 കാര്യം ചെയ്യുന്നതിൽ യാതൊരു ഫലവും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഗെയിൻ ഒരു ദിവസം ചെയ്തുകൊണ്ട് വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആയുർവേദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് നാളിനടുപ്പിച്ച് ഒരു മാസം 2 മാസം നല്ല രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ പലരും കേട്ടിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഫോർമുലേഷൻ ആയിരിക്കും മഹാനാരായണ തൈലം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വാദത്തിനെ നന്നായിട്ട് ശമിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണിത്. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും സെർവിക്കൽ പെയിൻ, അതായത് നമ്മുടെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും വേദനയുണ്ട്, മുട്ടില് നന്നായിട്ട് വേദനയുണ്ട്, അതുപോലെ തന്നെ നടുവില് വേദനയുണ്ട്, ഫ്രോസൺ ഷോൾഡർ പോലെയുള്ള കാര്യങ്ങള്, ജോയിന്റ്സിന്റെ ഏത് ഭാഗത്താണെങ്കിലും വേദന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണിത്. ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ 2 രീതി ഞാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നാമത്തെ രീതി നോക്കുകയാണെങ്കിൽ നമ്മളൊരു സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്തതിന് ശേഷം അത് നന്നായിട്ട് ചൂടാക്കുക. ചൂടായ സ്പൂണിലേക്ക് നിങ്ങൾ കുറച്ച് ഓയിൽ ഇട്ടിട്ട് അത് ഓട്ടോമാറ്റിക്കലി ചൂടാവുമല്ലോ. ആ ഒരു ഇളം ചൂടോടുകൂടി നിങ്ങൾക്ക് എവിടെയാണോ വേദന എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് പുരട്ടിയിട്ട് നിങ്ങൾ രാത്രി മുഴുവൻ പുരട്ടി അങ്ങനെ വിടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും വേദനയുള്ള ഭാഗത്ത് കുറച്ചു നേരം വെക്കാനായിട്ട് നോക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. ഞാൻ എന്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാൻ കൂടി നോക്കുക. ഇപ്പോ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ആവണക്കിന്റെ ഇല, കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ആവണക്കെണ്ണ, അതിന്റെ ഒരു ഇല നിങ്ങളുടെ വീടിന്റെ ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ എരിക്കിന്റെ ഇല, ഏതെങ്കിലും ഒരു ഇല എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്താക്കുക. ശേഷം അതിലേക്ക് കുറച്ച് നിങ്ങൾ ഓയില്, നമ്മുടെ ഈ മഹാനാരായണ തൈലം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിലിലേക്ക്. എന്നിട്ട് ഒരു ഗ്യാസിന്റെ ഫ്ലെയിമിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. വല്ലാണ്ട് കരിഞ്ഞു പോരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം എവിടെയാണോ നിങ്ങൾക്ക് വേദന എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് വെച്ച് കെട്ടി വെക്കുക. രാത്രി മുഴുവനും കെട്ടി അങ്ങനെ വിടുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ എഗെയിൻ ഒരു 2-3 മണിക്കൂറെങ്കിലും വേദനയുള്ള ഭാഗത്ത് വെക്കാനായിട്ട് കൂടി നോക്കുക. ദിവസത്തില് 2 നേരം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ കെട്ടിവെച്ച് കിടക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരു 2-3 മണിക്കൂർ വേദനയുള്ള ഭാഗത്ത് ഇത് വെക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങളുടെ കാലിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് വേദന എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഇങ്ങനെ നീര് വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഓയിൽ കൂടുതലും യൂസ് ചെയ്യരുത്. കാരണം നീരുള്ള സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ നീര് നന്നായിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളൊന്ന് വിടുക. നീര് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് വേദന വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് പെയിൻ കില്ലർ പോലെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും അല്ലേ. പക്ഷേ നിങ്ങൾക്ക് ജോയിന്റ്സിൽ വേദനയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള, വളരെ സേഫ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള 2 ക്ലാസിക്കൽ കോമ്പിനേഷൻസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു കാര്യമാണ് പ്രസരന്യാദി കഷായം വട്ടി, അതുപോലെ തന്നെ രണ്ടാമത്തെ യോഗരാജ ഗുഗ്ലു. ഇതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല ബ്രാൻഡിന്റെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഏതാണോ കിട്ടുക ആ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ബ്രാൻഡിന്റെ ആണ് നിങ്ങൾക്ക് കിട്ടുക അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രസരന്യാദി കഷായം വട്ടിയുടെ കുറച്ച് കോമ്പിനേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രസരന്യ, വെളുത്തുള്ളി, രാസ്ന, ഫല എന്നിങ്ങനെ പറയുന്ന ധാരാളം മെഡിസിൻസിന്റെ കോമ്പിനേഷൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സെർവിക്കൽ പെയിൻ, അതുപോലെ തന്നെ മസിൽസ് പെയിൻ, ലിഗമെന്റ് ടിയർ, ഫ്രോസൺ ഷോൾഡർ, ടെന്നീസ് എൽബോ എന്നിങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രസരന്യാദി കഷായം വട്ടി. അതിന്റെ കൂടെ നിങ്ങൾ യോഗരാജ ഗുഗ്ലും കൂടി കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് റിസൾട്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും കേട്ടോ. യോഗരാജ ഗുഗ്ലുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന പിപ്പലി, ശുണ്ഠ എന്നിങ്ങനെ പറയുന്ന ഇൻഗ്രീഡിയൻസ് ശരീരത്തിന്റെ ബാധത്തിനെ ശമിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കോമ്പിനേഷൻസ് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒരു പെയിൻ കില്ലർ പോലെയാണ് വർക്ക് ചെയ്യുക. ശരീരത്തിൽ വേദന എപ്പോഴും ഉണ്ടാകുക, ശരീരത്തിൽ വാദം നന്നായിട്ട് കൂടുന്ന സമയത്ത്.
വാദം നന്നായിട്ട് കൂടുമ്പോൾ ശരീരത്തിൽ നീർക്കെട്ട് നന്നായിട്ട് കൂടും. അതുപോലെ തന്നെ പെയിൻ റിലേറ്റഡ് വേദന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് കൂടും. ഇനി ഇതിന്റെ ഒരു ഡോസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഡോസ് എടുക്കുകയാണെങ്കിൽ പ്രസരന്യാദി കഷായം ടാബ്ലറ്റിൽ നിന്ന് ഒരു ടാബ്ലറ്റും അതുപോലെ തന്നെ യോഗരാജ കുഗ്ലു ഒരു ടാബ്ലറ്റ്, അങ്ങനെ ടോട്ടൽ 2 ടാബ്ലറ്റ് രാവിലെയും വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് ചില ആളുകൾക്ക് നന്നായിട്ട് അസിഡിറ്റിയും ഗ്യാസസും ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളും ഉണ്ടാകും. അത്തരത്തിലുള്ള ആളുകൾ ഓരോരോ ഡോസ് വെച്ചാലും മതി. പക്ഷെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടാബ്ലറ്റ് വീതം എടുക്കാം. അതായത് പ്രസരന്യാദി കഷായം ടാബ്ലറ്റിൽ നിന്ന് 2 യോഗരാജ ഗൂഗിളിൽ നിന്ന് 2, അങ്ങനെ 2 രാവിലെ 2 രാത്രി, അങ്ങനെ ടോട്ടൽ 4 ടാബ്ലറ്റ് രാവിലെയും വൈകുന്നേരവുമായിട്ട് ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓരോരോ ഡോസ് വീതം വെച്ചാലും മതി. കാരണം ഇതില് കുറച്ചൊരു തീക്ഷ്ണ പ്രോപ്പർട്ടി, കുറച്ച് ഉഷ്ണ പ്രോപ്പർട്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡോസസ് കൂട്ടാം, അല്ലെങ്കിൽ ഓരോരോ ടാബ്ലറ്റ് വീതം ഡെയിലി നിങ്ങൾ 2 നേരം വെച്ച് കഴിക്കാനായിട്ട് നോക്കുക. നമ്മുടെ മൂന്നാമത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെയിൻ കില്ലർ പരിചയപ്പെടുത്തുകയാണെങ്കിൽ മറ്റൊന്നല്ല, പവിഴമല്ലി. പവിഴമല്ലിയുടെ ഇല ഞാൻ മറ്റു പല വീഡിയോസിലും ഇതിനെപ്പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പവിഴമല്ലിയുടെ ഇല നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പൊ നിങ്ങൾക്ക് എപ്പോഴും കൊണ്ടുവരാനായിട്ട് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കമ്പ് വരെ കിട്ടില്ലേ, വീട്ടിൽ കുഴിച്ചിട്ടാൽ വരെ പെട്ടെന്ന് വളരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അങ്ങനെ കൂടി ശ്രദ്ധിക്കുക. ഒരു നാച്ചുറൽ പെയിൻ കില്ലർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പവിഴമല്ലിയുടെ ഇല. ഇതെങ്ങനെ കഴിക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ 1-2 ഇല എടുക്കുക. ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ ഒരു വെള്ളം നിങ്ങൾ ദിവസത്തിൽ 1 നേരം അല്ലെങ്കിൽ 2 നേരം നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം, രാവിലെ ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ ഒരു ഗ്ലാസ് വീതം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് 2 മാസം വരെ നിങ്ങൾ കഴിക്കണം. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് പവിഴമല്ലി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഉലുവയുടെ വെള്ളം. ഉലുവ എങ്ങനെയാന്ന് വെച്ചാൽ 1 ടീസ്പൂൺ നിങ്ങൾ ഉലുവ എടുക്കുക, അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രാത്രി മുഴുവൻ കുതിർക്കാനായിട്ട് വിടുക. രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിലാണെങ്കിൽ വെറും വയറ്റിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഈ ഒരു വെള്ളം കുടിക്കുക. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഉലുവ ഉണ്ടല്ലോ, കുതിർത്ത ഉലുവ ചവച്ചരച്ച് കഴിക്കാനും കൂടി നോക്കുക. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് കൂടി നോക്കുക. അടുത്തതായിട്ട് ഒരു ബോണസ് ആയിട്ടുള്ള ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചും ചെയ്യാം. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കഷായം ടാബ്ലറ്റ് ഉണ്ടല്ലോ, പ്രസരന്യാദി കഷായം ടാബ്ലറ്റും അതുപോലെ യോഗരാജ ഗുഗുലും, അത് നിങ്ങൾ രാവിലെയും വൈകുന്നേരം ഓരോരോ ടാബ്ലറ്റ് ഭക്ഷണത്തിന് ശേഷം വെക്കുക. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള പവിഴമല്ലിയുടെ ഇല തിളപ്പിച്ചിട്ടുള്ള വെള്ളം 1 ഗ്ലാസ് നിങ്ങൾ ഈവനിങ്ങിൽ കുടിക്കുക. രാവിലെ നിങ്ങൾ ഉലുവ തിളപ്പിച്ചിട്ടുള്ള വെള്ളം. ഇങ്ങനെ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ വേണമെങ്കിൽ ഒരുമിച്ചും ചെയ്യാം. ഈ 3 കാര്യങ്ങൾ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങളുടെ വേദന പെട്ടെന്ന് തന്നെ മാറ്റാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ നാലാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഡയറ്റ്. നമ്മൾ ഭക്ഷണത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിന് മുന്നേറ്റ് ഒരു ടിപ്പും കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, സൂര്യപ്രകാശം. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി നന്നായിട്ട് കുറഞ്ഞാലും ഇത്തരത്തിലുള്ള വേദന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മാറില്ല. ഇപ്പൊ നിങ്ങൾ റുട്ടീൻ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ റുട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ കുറച്ചു നേരം സൂര്യപ്രകാശം, ഇളം വെയിൽ, അതായത് രാവിലെ അല്ലെങ്കിൽ രാവിലെ, വൈകിട്ട് അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു സമയം ഇളം വെയിൽ കൊള്ളാനും കൂടി നോക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും ഈ AC അടിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരുടെ ശരീരത്തിലും വൈറ്റമിൻ ഡി കുറയാൻ ധാരാളം ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മെഡിസിൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇതാണ് ഒരു ടിപ്പ്, മറ്റൊരു ടിപ്പ്. ഇനി നമുക്ക് ഡയറ്റിലേക്ക് കിടക്കാം. ശരീരത്തിൽ വാദത്തിന് കൂട്ടുന്ന, അതുപോലെ തന്നെ വേദന നന്നായിട്ട് കൂട്ടുന്ന ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യമാണ് പുളിച്ച അല്ലെങ്കിൽ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ. ഈ കട്ട തൈര് കഴിക്കുക, അതുപോലെ തന്നെ നാരങ്ങ, പുളി, ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, അച്ചാറ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കണം. നെല്ലിക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. കാരണം ഈ പറയുന്ന കാര്യങ്ങള് ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ട് നന്നായിട്ട് കൂട്ടാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ ഇവ നന്നായിട്ട് ഒഴിവാക്കുക. രണ്ടാമതായിട്ട് തണുത്ത ഭക്ഷണങ്ങൾ. തണുത്ത ഭക്ഷണങ്ങളിൽ തണുത്ത വെള്ളം, അതുപോലെ തന്നെ ഐസ്ക്രീം പോലെയുള്ള കാര്യങ്ങള്, ഫ്രിഡ്ജിൽ നമ്മൾ തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ കുറച്ചൊരു കൂളിംഗ് പ്രോപ്പർട്ടിയും വാദത്തിന്റെ പ്രശ്നത്തിന് കുറച്ചൊന്ന് കൂട്ടാനും സാധ്യതയുള്ള കാര്യങ്ങളാണ് പച്ചയ്ക്ക് നമ്മൾ സാലഡ് കഴിക്കുക. കുറെ ആളുകൾ രാത്രിയൊക്കെ ഒരു ബോൾ ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് സാലഡ് കഴിക്കുന്നവരുണ്ട്, ഉച്ചയ്ക്ക് ധാരാളം സാലഡ് ഒക്കെ കഴിക്കുന്നവരുണ്ട്. സാലഡ് കഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കുറച്ചൊന്ന് വേവിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നിങ്ങളുടെ ദഹനത്തിനും. പച്ചയ്ക്ക് നിങ്ങൾ കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ രാത്രി നിങ്ങൾ പച്ചയ്ക്ക് സാലഡും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നവരും ഒഴിവാക്കുക.
പഴവർഗ്ഗങ്ങളിൽ സ്പെഷ്യലി പഴം പോലെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ മുള്ളങ്കി പോലെയുള്ള പച്ചക്കറി കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യാനും കൂടി നോക്കുക. അടുത്ത നാലാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗോതമ്പും മൈദയും. എത്രത്തോളം നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങളുടെ ശരീരത്തിലെ വേദനയ്ക്ക് നല്ലൊരു ശമനം ഉണ്ടാകും. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ശരീരത്തില് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളും ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിലർ കാണാൻ പറ്റും ചോറിന് പകരം ഈ ചപ്പാത്തി കഴിക്കുന്നത് നല്ലതല്ലെന്ന് വെച്ചിട്ട് ചപ്പാത്തിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നവരും ഉണ്ട്. അത് നല്ലതല്ല. നിങ്ങൾ ചപ്പാത്തിക്ക് പകരം മില്ലറ്റ്സ് പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ തിന, ചാമ, ഞവര അതുപോലെയുള്ള കാര്യങ്ങള്, അതുപോലെ ഈ ബാർലി, റാഗി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതുപോലെ തന്നെ അതുകൊണ്ടൊക്കെ ദോശ, അതിന്റെ പൊടി കൊണ്ടൊക്കെ ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തി പോലെ ഉണ്ടാക്കി അങ്ങനെ ഏതെങ്കിലും ഒരു ഫോമില് നിങ്ങൾ കഴിക്കാനായിട്ട് കൂടി നോക്കുക. വളരെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. കാരണം ഇവിടെയും നമ്മൾ പേഷ്യൻസിനോട് ഈ ചപ്പാത്തിക്ക് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് മില്ലറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം അവർക്ക് കാണാറുണ്ട്. ഇനി ചോറ് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു സമയത്ത് മാത്രം നിങ്ങൾ ചോറ് കഴിക്കുക. രാത്രി പരമാവധി ഒഴിവാക്കുക. ഉച്ചയ്ക്ക് ഒരു നേരത്ത് കുറച്ച് ചോറും അതുപോലെ തന്നെ തോരനും അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ കഴിക്കാനും കൂടി നോക്കുക. ഇനി ഗോതമ്പിന്റെയും മൈദയുടെയും പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു കാര്യം കൂടിയാണ് പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളും. എത്രത്തോളം നിങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നു അതും നല്ലതായിരിക്കും. കാരണം പാല് കുറച്ചൊരു നറിഷ്മെന്റ് ആണ് നമ്മുടെ ശരീരത്തിനും എല്ലുകൾക്കൊക്കെ. പക്ഷേ നിങ്ങൾ വേദനയുള്ള സമയത്ത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കുറച്ച് നീർക്കെട്ട് ക്രിയേറ്റ് ചെയ്യും. അത് ദഹിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളും നന്നായിട്ട് അവോയ്ഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ കഴിക്കാം. ദിവസത്തിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം, കുഴപ്പമൊന്നുമില്ല. ഇനി പാല് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും കാൽഷ്യം എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളൊരു കാര്യം. കാൽഷ്യത്തിനായിട്ട് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സസ്, അതായത് റാഗി പോലെയുള്ള കാര്യങ്ങൾ, എള്ളുണ്ട പോലെയുള്ള ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഒരു ഡിസംബർ ജനുവരി സീസണിലും നല്ലൊരു സീസണാണ്. കുറച്ച് തണുപ്പുള്ള ഒരു സമയമാണ്. എള്ളിന്റെ ഉണ്ട ആഴ്ചയിൽ ഒരു 1-2 വട്ടമായിട്ട് കഴിക്കുന്നതും നല്ലൊരു സോഴ്സ് തന്നെയാണ് നമുക്ക് കാൽഷ്യം കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഈ ചണവിത്ത്, ഫ്ലാക്സ് സീഡ്, ഗുഡ് സോഴ്സ് ഓഫ് ഒമേഗ 3, അതും നമ്മുടെ എല്ലുകൾക്ക് നല്ലൊരു നറീഷ്മെന്റ് കൊടുക്കുന്നതിന് നല്ലതാണ്. ഈ ചണവിത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത് പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് ദിവസേന കഴിക്കാം. അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലഡു പോലെയുള്ള രൂപത്തിലും ആഴ്ചയിൽ 1-2 വട്ടമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താം. അതിലൂടെ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാൽഷ്യത്തിന്റെ സോഴ്സും ഒമേഗ 3യുടെ സോഴ്സും നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും. അവസാനമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഒഴിവാക്കേണ്ടത് പുളിച്ച ഭക്ഷണങ്ങളും പുളിപ്പിച്ച ഭക്ഷണങ്ങളും തണുത്ത ഭക്ഷണങ്ങൾ, പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളും, അതുപോലെ തന്നെ ഗോതമ്പ്, മൈദ, ഉഴുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ്. മൈൽഡ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസ്, ഹെവി ആയിട്ടുള്ള ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് സ്ട്രെച്ചിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ എന്താ ഉണ്ടാവുക വെച്ചാൽ മസിൽസ് കുറച്ചൊന്ന് റിലാക്സ് ആവും. അതുപോലെ തന്നെ അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനും വളരെയധികം സഹായിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുത്ത് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒക്കെ ഒരു 5 മിനിറ്റ് ഒന്ന് മൂവ്മെന്റ് ചെയ്യുന്നതിലൂടെയും അവിടുത്തെ മസിൽസ് ഒന്ന് റിലാക്സ് ആയിട്ട് ഫ്ലെക്സിബിലിറ്റിക്ക് നല്ലതായിരിക്കും. അപ്പൊ ഇത്തരത്തില് ഇപ്പൊ ഷോൾഡർ പെയിൻ ആണെങ്കിൽ നമ്മളിങ്ങനെ കൈയൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നതും അങ്ങനെയുള്ള മൈൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും കൂടി നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് മിസ് ചെയ്യാതെ ഒരു 2 മാസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലുള്ള കാര്യങ്ങളാണ്, ലിഗമെന്റ് ടിയർ പോലുള്ള കാര്യങ്ങളാണ്, മസിൽസിൽ പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ മുട്ടിൽ വേദനയുണ്ട്, കഴുത്തിൽ വേദനയുണ്ട്, നടുവിൽ വേദനയുണ്ട്, എല്ലാത്തരം വേദനയ്ക്കും നല്ല രീതിയിൽ മാറ്റം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കിപ്പോ ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സന്ധിവാദം, നമ്മുടെ ഈ മുട്ടിന്റെ തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ആമവാദത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ അതിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിന് രണ്ടിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കാണേണ്ടവരാണെങ്കിൽ അതും നിങ്ങൾക്ക് കാണാം. കാരണം അതിലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് റെമഡീസും ഉള്ളിലേക്കും പുറത്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടി ചെക്ക് ചെയ്യാനായിട്ട് കൂടി നോക്കാം. സോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.